Okay, good morning. So last session we dual natural radiation matter kandalla. Just to rewind endokke dual natural radiation matter kandathu. First one photoelectric effect aanu. Adana main important aaya part. Pinnillathu de Broglie wavelength. De Broglie wavelength ningal adhigam concentrate cheyyunnതിനെക്കാട്ടി ഏറ്റവും നല്ലത് photoelectric effect ൽ concentrate ചെയ്യുക. അത് photoelectric effect തന്നെ main ആയിട്ട് concentrate ചെയ്തത് Einstein's equation. Okay? ഒരു previous year 2014 AMPMT question നോക്കാം. When the energy of radiation is increased by 20%, the kinetic energy of electron emitted from a metal surface increased from 0.5 electron volt to 0.8 electron volt. Then the work function of the metal is option A 0.65 electron volt, 1.0 electron volt, 1.3 electron volt, 1.5 electron volt. Okay, so നിങ്ങൾ സാധാരണ ഈ എനർജി ജൂൾസിലാണ് പറയാറല്ലേ, പക്ഷേ ഈ ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് തരുന്നത് ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ടേംസ് തരാൻ. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ആ മെഷർമെൻറ്റ് വാല്യൂ അറിയാം, 1.6 × 10⁻⁻⁹ ജൂൾ. അത് അറിഞ്ഞില്ലെങ്കിൽ എപ്പോഴും ഇലക്ട്രോൺ വോൾട്ട് തന്നെ ചെയ്യാൻ നോക്കും. ഇനി ഫസ്റ്റ് സെൻറ്റൻസ് നോക്കി, when the energy of the radiation is increased by 20%, അതായത് ഓൾറെഡി അതിന് റേഡിയേഷൻ ഒരു എനർജി ഉണ്ട്, ആ എനർജിനെ 20% കൂടിയെന്നാണ് പറയുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ 20% കൂടി എത്ര എനർജി ഉണ്ടാവും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു 100 rupees ഉണ്ട്, 100 rupeesനെ 20% ഇൻക്രീസ് ചെയ്തെന്നാണ് പറയുന്നത്. 100 rupeesന് 20% ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് 100 rupees ഉണ്ട്, അതിന് 20% എത്രയാ? 20 rupees. അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടാവും? 120 rupees. അതേപോലെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി KE ആണെങ്കിൽ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി KE ആണെങ്കിൽ അതിൻ്റെ 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൈനറ്റിക് എനർജി 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? പുതിയ കൈനറ്റിക് എനർജി KE ഡാഷ് ഇസ് ഈക്വൽ ടു 120% ആയിട്ടുണ്ടാവും. 120% എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ രീതിയിൽ 1.2 ടൈംസ് കൈനറ്റിക് എനർജി. ഓക്കെ, 20% കൂടി, അതായത് 0.2 ടൈംസ് കൂടി, അങ്ങനെ പുതിയ കൈനറ്റിക് എനർജി ചെയ്യുന്നത് എന്തായി? 1.2 KE. ഇനി എന്താ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ പറയുന്നത്? ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ ദ എനർജി ഓഫ് എ റേഡിയേഷൻ ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി. സോ ഇവിടെ റേഡിയേഷൻ 20% കൂടിയാണ് ചെയ്യുന്നത്. റേഡിയേഷൻ 20% കൂടുകയെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ അടുത്തൊരു 100 rupees ഉണ്ടെങ്കിൽ അതിനെ 20% കൂടുക. അതായത് ഇപ്പോൾ 100ൻ്റെ 20% 20 rupees ആണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്തുള്ള 100 ഉണ്ട്, അത് 20% കൂടുന്ന സമയത്ത് അത് 120 rupees ആയി മാറും. അതേപോലെ ഇവിടെ എനർജി ഓഫ് ദ റേഡിയേഷൻ ആണ്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, റേഡിയേഷനിലെ എനർജിയാണ് ഇലക്ട്രോണിലേക്ക് റിസീവ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ട് കുറച്ച് അത് വർക്ക് ഫംഗ്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, കുറച്ച് എനർജി അത് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇനി ഇവിടെ റേഡിയേഷൻ്റെ എനർജിയാണ് 20% കൂടുന്നത്. റേഡിയേഷൻ എനർജി 20% കൂടുന്നുണ്ടെങ്കിൽ ആദ്യം ഇനീഷ്യൽ എനർജി E ആണെങ്കിൽ പുതിയ എനർജി ഓഫ് റേഡിയേഷൻ E ഡാഷ് ആക്കി എടുക്കുന്ന സമയത്ത് 120% ആണ് കൂടുന്നത്. 120% കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 1.2 ടൈംസ് ആയി മാറുകയാണ്. കാരണം ഓൾറെഡി 100 rupees ഉണ്ട്, അതിൻ്റെ 20% ഇൻക്രീസ് ചെയ്താൽ ഇപ്പം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടാവും? 120 rupees ഉണ്ടാവും. അതേപോലെ പുതിയ എനർജി എന്ന് വെച്ചാൽ 1.2 ടൈംസ് E. ഓക്കെ, അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. ഓരോ സെൻറ്റൻസിനും നമ്മൾ ഓരോ ബ്ലോക്കായിട്ട് മാറ്റുക ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്ക്, ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം എ മെറ്റൽ സർഫസ് ഇൻക്രീസ്ഡ് ഫ്രം 0.5 electron volt to 0.8 electron volt. അതായത് ഓൾറെഡി ഒരു കൈനറ്റിക് എനർജി KE ഉണ്ട്, ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഉണ്ട്, അത് 0.5 electron volt തന്നെ. ഓക്കെ, 0.5 electron volt അതാണ്. പക്ഷെ പുതിയ കൈനറ്റിക് എനർജി KE ഡാഷ് ഇസ് ഗിവൺ ബൈ 0.8 electron volt. അങ്ങനെയാണ് 0.3 electron volt കൂടിയല്ലോ. ഓക്കെ, ഇനി എന്താ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ? നമ്മുടെ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ എത്രയാണെന്ന് വെച്ചാൽ, ഐൻസ്റ്റൈൻ ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ E is equal to 5 പ്ലസ് കൈനറ്റിക് എനർജി. 5 എന്ന് വെച്ചാൽ എന്താ? വർക്ക് ഫംഗ്ഷൻ ആണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എനർജി ഓഫ് ദ റേഡിയേഷൻ കൂട്ടിയാലും കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ കൂടിയാലും ഒന്ന് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഏതാണത്? വർക്ക് ഫംഗ്ഷൻ. കാരണം എന്താ? വർക്ക് ഫംഗ്ഷൻ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ? മെറ്റലിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ഈ കേസിൽ മെറ്റൽ അവർ ചേഞ്ച് ചെയ്യുന്നില്ല, അവർ റേഡിയേഷൻ എനർജി ഇൻക്രീസ് ചെയ്തത് മാത്രമേ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? വർക്ക് ഫംഗ്ഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ കേസ് നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്താം? ഫസ്റ്റത്തെ കേസിൽ the energy of the radiation E is equal to 5 plus kinetic energy. Initial kinetic energy എത്ര? 0.5 electron volt ആണല്ലോ. അങ്ങനെയാണെങ്കിൽ E is equal to 5 plus 0.5 electron volt. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ? സെക്കൻഡ് കേസിൽ എനർജി ഓഫ് റേഡിയേഷൻ എത്ര കൂടി? 1.2 ടൈംസ് E ആയി മാറി. അങ്ങനെയാണെങ്കിൽ 1.2 is equal to 5 plus 0. അവിടെ 5 മാറുമോ? ഇല്ല. കാരണം എന്താ? മെറ്റൽ സർഫസ് മാറ്റുന്നില്ല, ജസ്റ്റ് അതിൻ്റെ റേഡിയേഷൻ്റെ എനർജിയും മാത്രമല്ല അതിൻ്റെ കൈനറ്റിക് എനർജി മാത്രമേ മാറുന്നുള്ളൂ. ആ കേസിൽ മെറ്റൽ എപ്പോഴും സെയിം തന്നെയാണ്.
മെറ്റൽ സെയിം ആണെങ്കിൽ ആ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എപ്പോഴും സെയിം ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് ഇവിടെ എന്ത് തന്നെ വരുള്ളൂ, 5 തന്നെ വരും. പക്ഷേ റേഡിയേഷൻ എനർജി കൂടുന്ന സമയത്ത് 0.5 ഇലക്ട്രോൺ വോൾട്ട് എത്രയായി കൂടി, 0.8 ഇലക്ട്രോൺ വോൾട്ടായി കൂടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പുതിയ കൈനറ്റിക് എനർജിയിലേക്ക് ഈ ഡാഷ് നമ്മളിവിടെ കൊടുക്കണ്ടേ, അവിടെ നമ്മൾ എത്ര കൊടുത്തു, 0.8 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേ, നമുക്ക് എന്താ വേണ്ടത്, ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ വേണ്ടത്. അതായത് വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഇവിടെ വേണ്ടത്, ഫൈൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ഫൈൻ്റെ വാല്യൂ ആണ്. ഇനി ശ്രദ്ധിക്കുക, 1.2 ടൈംസ് ഇ ആകുന്ന സമയത്ത് 5 + 0.8 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ എത്ര ഇക്വേഷൻ കിട്ടി, 2 ഇക്വേഷൻ കിട്ടിയേ. 2 ഇക്വേഷനിൽ എത്ര അൺനോൺസ് ഉണ്ട് നോക്ക്. എന്തൊക്കെയാണ്, ഏതൊക്കെ വാല്യൂസാണ് നമുക്ക് അറിയാത്ത, എനർജി അറിയില്ല. ഓക്കെ, അതേപോലെ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ അറിയില്ല, വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെ 2 അൺനോൺസ് ഉണ്ടെങ്കിൽ എത്ര മിനിമം ഇക്വേഷൻസ് വേണം, മിനിമം 2 ഇക്വേഷൻസ് വേണം. അതേപോലെ 2 ഇക്വേഷൻ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി എന്താ ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ, ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഒക്കെ കിട്ടി. ഇനി ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ കാണാൻ, ഇവിടെ ശ്രദ്ധിക്കുക, 2 ഇക്വേഷൻ കിട്ടും, ഒന്നെങ്കിൽ ആഡോ സബ്ട്രാക്റ്റോ ചെയ്യണം. നോക്ക്, ഇവിടെ വർക്ക് ഫംഗ്ഷൻ്റെ കോഫിഷ്യന്റ് എത്ര, 1. ഇവിടെ വർക്ക് ഫംഗ്ഷൻ്റെ കോഫിഷ്യന്റ് എത്ര, 1. അത് രണ്ടും സബ്ട്രാക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് വർക്ക് ഫംഗ്ഷൻ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയില്ലേ. വർക്ക് ഫംഗ്ഷൻ രണ്ടും മൈനസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഫംഗ്ഷൻ 0 ആയി കിട്ടും. ആ സമയത്ത് എന്ത് മാത്രമേ ഉള്ളൂ, ശ്രദ്ധിക്കാം, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1, ഇക്വേഷൻ 2ഉം 1ഉം മൈനസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്ക്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യം മൈനസ് ചെയ്യുക. 1.2e മൈനസ് ഇ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ 2 മൈനസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും, 0 + 0.8 ഇലക്ട്രോൺ വോൾട്ട് മൈനസ് 0.5 ഇലക്ട്രോൺ വോൾട്ട് എത്ര വരും, 0.3 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെ ആ സമയത്ത് ലെഫ്റ്റ് കേസ് നമുക്ക് എന്ത് ചെയ്താൽ 1.2e മൈനസ് ഇ, 1.2e മൈനസ് ഇ എത്ര വരും, 0.2e ഈസ് ഈക്വൽ ടു, ഇവിടെ 0 ആണ്, ഈസ് ഈക്വൽ ടു 0.3 ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു 0.3 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ 0.2. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യും, 2 ഡെസിമൽ പ്ലേസസ് ആണല്ലേ. ഇനി 2 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ന്യൂമറേറ്ററിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെന്ന കേസ് എന്ത് വരും, 3 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമ്മൾ എന്താ ചെയ്ത, ഡെസിമൽ പ്ലേസ് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ഈ സിഗിൾ എന്തായി, 3 ഡിവൈഡ് ബൈ 2. 3 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ എത്രയായി, 1.5 ഇലക്ട്രോൺ വോൾട്ട്. എന്തുകൊണ്ട് എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടിയത്, കാരണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എല്ലാ എനർജി ഏത് യൂണിറ്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ടേംസിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെയാകുന്ന സമയത്ത് എനർജിൻ്റെ വാല്യൂ 1.5 ഇലക്ട്രോൺ വോൾട്ടായി. പക്ഷേ ഇതാണോ നമ്മൾ ചോദിച്ചത്, ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ ഈസ് എന്നാണ് ചോദിച്ചത്. അതായത് ഫൈൻ്റെ വാല്യൂ കണ്ടത്, പക്ഷെ നമുക്ക് കിട്ടിയതോ ഇ ആണ് കിട്ടിയത്. പക്ഷേ ഈ കിട്ടിയാലും ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ. അങ്ങനെയാകുന്ന സമയത്ത് that is E is equal to 1.5 electron volt in equation 1. അത് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാകുന്ന സമയത്ത് ഇക്ക് 1.5 ഇലക്ട്രോൺ വോൾട്ട് കൊടുക്കാമല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 5 അവിടെ തന്നെ ഉണ്ടാവും. ദാറ്റ് ഇസ് 5 + 0.5 ഇലക്ട്രോൺ വോൾട്ട്. ഇനി ഈ ഫൈൻ്റെ വാല്യൂ ഒക്കെ അല്ല കാണേണ്ടത്, ഫൈൻ്റെ വാല്യൂ കാണണമെങ്കിൽ ഈ 0.5 ഇലക്ട്രോൺ വോൾട്ട് എവിടത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. അങ്ങനെ 1.5 ഇലക്ട്രോൺ വോൾട്ട് മൈനസ് 0.5 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 5. സോ 0.5 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 5. ഓക്കെ, സോ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എത്ര വരുന്നത്, ഇവിടെ 1.5 മൈനസ് 0.5 എന്നാൽ 1.0 ഇലക്ട്രോൺ വോൾട്ട്, അതായത് ഓപ്ഷൻ ബി വരും. ഓക്കെ, സോ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐൻസ്റ്റീൻസ് ഇക്വേഷൻസ് ആണ്. ഐൻസ്റ്റീൻ ഇക്വേഷനിൽ ഇവിടെ ഒരേ ഒരു പോയിന്റ് മാത്രം ചിന്തിക്കേണ്ടത്, എത്ര റേഡിയേഷൻ എനർജി മാറ്റിയാലും, എത്ര കൈനറ്റിക് എനർജി മാറിയാലും അവിടെ വർക്ക് ഫംഗ്ഷൻ സെയിം തന്നെ ആയിരിക്കും, പ്രൊവൈഡഡ് ദാറ്റ് ദ മെറ്റൽ ഇസ് സെയിം ഇൻ ബോത്ത് കേസസ്. അതാണ് മനസ്സിലാക്കേണ്ടത്. 2 ഇക്വേഷൻ കിട്ടി, ആ 2 ഇക്വേഷൻ 2 അൺനോൺസ് ഉണ്ട്, അവിടെ ഒരു അൺനോൺസ് നമ്മൾ ഫൈൻഡ് ചെയ്ത് എങ്ങനെ 2 ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്, ഫൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ 2015 APMD ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫിഗേഴ്സ് റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് പാർട്ടിക്കൽ മൊമെന്റം ആൻഡ് അസോസിയേറ്റഡ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. എന്താ നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പഠിച്ചത്, ഏതൊരു പാർട്ടിക്കിൾ ആയിക്കോട്ടെ ആ പാർട്ടിക്കിൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ വേവ് ലെങ്ത്തിലാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലേ, ഒരു വേവിൻ്റെ ഫോമിലാണ് മൂവ് ചെയ്യുന്നത്. അതാണ് നമ്മൾ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിളിനെ കുറിച്ച് പഠിച്ചത്. ഇനി ഈ കേസ് നോക്കിയാൽ ഇവിടെ കുറേ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഗ്രാഫ്സും തന്നിട്ടുണ്ട്. എന്താ ഗ്രാഫ്സിൻ്റെ വൈ ആക്സിസ്, അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ വൈ ആക്സിസ് നോക്കാം, എക്സ് ആക്സിസ് നോക്കാമല്ലോ. എന്താ വൈ ആക്സിസ് തന്നത്, മൊമെൻ്റാണ് തന്നത്, എക്സ് ആക്സിസ് ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തും മൊമെൻറ്റും നമ്മൾ റിലേഷനെ കുറിച്ചുള്ള നമ്മൾ ചോദിക്കുന്നത്. എന്താണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് 2 ഇക്വേഷൻ പഠിച്ചു, ലാംഡ ഇസ് ഈക്വൽ ടു h/mv, അതേപോലെ ലാംഡ ഇസ് ഈക്വൽ ടു
h/p. പക്ഷേ ഇവിടെ ഏത് ഇക്വേഷനാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്? ലാംഡ ഇസ് ഈക്വൽ ടു h/p. കാരണം എന്താ? അത് y ആക്സിസിനെയും x ആക്സിസിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേ, ലാംഡ ഈക്വൽ ടു h/p ആണ്. h എന്നുള്ളൊരു കോൺസ്റ്റന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് എഴുതി കൂടെ? ആ കോൺസ്റ്റന്റ് ഒഴിവാക്കുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കേ, ഏതൊരു ഫ്രാക്ഷൻ കിട്ടിയാലും ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും ഇവിടെ ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടുന്ന സമയത്ത് ഇവിടെ വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ കുറയുക ചെയ്യും. ഏതൊരു ഇക്വേഷൻ ആണെങ്കിൽ മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഏതൊരു ഇക്വേഷനിലും ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ കുറയുക ചെയ്യുക. അതായത് ഓപ്പോസിറ്റ് ആയ എഫക്റ്റാണ്. ഈ മൊമെൻറ്റം കൂടുന്ന സമയത്ത് വേവ് ലെങ്ത് കുറയും. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം കുറയുന്ന സമയത്ത് ഇവിടെ വേവ് ലെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയ എഫക്റ്റ് ആണ്. ന്യൂമറേറ്ററിലാണെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് കൂടുന്നോ അത് തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കൂടുക. പക്ഷേ ഡിനോമിനേറ്ററിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ മൊമെൻറ്റം കുറയുന്ന സമയത്ത് വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, ലാംഡ ഇവിടെ മൊമെൻറ്റം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേവ് ലെങ്ത് കുറയുക ചെയ്യും. ഇനി ഗ്രാഫിലേക്ക് നോക്ക്. ഫസ്റ്റത്തെ ഗ്രാഫ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റത്തെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് സെയിം ആണല്ലേ? സ്ലോപ്പ് സെയിം ആണ്. ഇവിടെ എന്താ പറയുന്നത്? വേവ് ലെങ്ത് ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊമെൻറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഈ റിലേഷനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? അല്ല, കാരണം ഈ റിലേഷൻ എന്താ പറയുന്നത്? മൊമെൻറ്റം കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുക ചെയ്യണ്ടേ? ആ കേസ് ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവിടെ ലാംഡൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് മൊമെൻറ്റം കൂടുക ചെയ്യുക. അപ്പോൾ എന്തല്ല, ഈ ഓപ്ഷൻ ഒരിക്കലും വരുന്ന ചാൻസ് ഇല്ല. കാരണം എന്താ? വേവ് ലെങ്ത് കൂടുന്ന സമയത്ത് മൊമെൻറ്റം കുറയണം, അല്ലെങ്കിൽ മൊമെൻറ്റം കൂടുന്ന സമയത്ത് വേവ് ലെങ്ത് കുറയണം. അങ്ങനെ ഓപ്പോസിറ്റ് ആയ എഫക്റ്റ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് വേണ്ടത്. പക്ഷേ ഈ ഫസ്റ്റ് ഗ്രാഫ് അതാണ് അല്ല. നെക്സ്റ്റ് ഗ്രാഫ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഗ്രാഫിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ വേവ് ലെങ്ത് കൂടുന്ന സമയത്ത് മൊമെൻറ്റം കുറയുക ചെയ്യുന്നു ആണല്ലോ, പോസിബിലിറ്റി ആണല്ലോ. വേവ് ലെങ്ത് കൂടുന്ന സമയത്ത് മൊമെൻറ്റം കുറയുക ചെയ്യുന്നു. നോക്ക്, ഇവിടെ റൈറ്റിലേക്ക് വേവ് ലെങ്ത് കൂടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആദ്യം മൊമെൻറ്റം നല്ല വാല്യൂ ഉണ്ട്, ആ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. എപ്പോൾ? വേവ് ലെങ്ത് കൂടുന്ന സമയത്ത്. അപ്പോൾ ഇത് വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ? ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത കേസ് നോക്ക്, ഇവിടെ സെയിം തന്നെയാണ് വരുന്നത്. ഇവിടെ വേവ് ലെങ്ത് കൂടുന്ന സമയത്ത് ഇതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പോൾ ഇതും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതാ നമുക്ക് ഡിസൈഡ് ചെയ്യാം? അതിനുശേഷം ഫോർത്ത് ഓപ്ഷൻ നോക്കി. ഫോർത്ത് ഓപ്ഷൻ ഏതാ പറയുന്നത് വെച്ചാൽ വേവ് ലെങ്ത് കൂടുമ്പോൾ മൊമെൻറ്റം കൂടെ മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും വേവ് ലെങ്ത് അല്ലെങ്കിൽ മൊമെൻറ്റം കൂടുന്ന സമയത്ത് വേവ് ലെങ്ത് കുറയണം, മൊമെൻറ്റം കൂടുന്ന സമയത്ത് വേവ് ലെങ്ത് കുറയണം, അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുന്ന സമയത്ത് മൊമെൻറ്റം കുറയണം. അപ്പോൾ ഇതും വരാനുള്ള ചാൻസ് ഇല്ല. ഇനി ഈ രണ്ട് ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഓപ്ഷൻ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം പോരാ, അത് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതും കൂടി അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്രാഫിലും വേവ് ലെങ്ത് കൂടുമ്പോൾ മൊമെൻറ്റം കുറയുക ചെയ്യുന്നു. പക്ഷേ ഈ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/pൻ്റെ ഗ്രാഫ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളിൻ്റെ ഫിഗറാണ് വരുന്നത്. റെക്ടാങ്കുലർ ഹൈപ്പർബോളിൻ്റെ ഫിഗറാണ് വരുന്നത്. ഇതിലേത് റെക്ടാങ്കുലർ ഹൈപ്പർബോളാ? ഇത് റെക്ടാങ്കുലർ ഹൈപ്പർബോൾ ആയിരിക്കുമോ? അല്ല, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, അതൊരിക്കലും ഹൈപ്പർബോള അല്ല. പിന്നെ ആകെയുള്ള ചാൻസ് എന്താണ്? ഈ ബി ഓപ്ഷൻ ഇതാണ്. കാരണം എന്താ? ഇത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. എന്താ റെക്ടാങ്കുലർ ഹൈപ്പർബോൾ എങ്ങനെ ഉണ്ടാവുന്നത്? xy = കോൺസ്റ്റന്റ് ആണ് റെക്ടാങ്കുലർ ഹൈപ്പർബോളിൻ്റെ ഇക്വേഷൻ മാത്സിൽ പഠിക്കുന്ന സമയത്ത്. അതായത് എക്സും y ആക്സും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടണം. അതേപോലെ ഇവിടെ കിട്ടുന്നത് ഇവിടെ ലാംഡ p = h ആണ്. എന്തായിരുന്നു h എന്ന് ഉദ്ദേശിക്കുന്നത്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതും എന്ത് തന്നെയാണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങി. എന്താ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. 2016 NEET ക്വസ്റ്റ്യൻ ആണ്. The photons with energy 5 electron volt are incident on a cathode C in a photocell. The maximum energy of the emitted photoelectron is 2 electron volt. When the photons of energy 6 electron volt are incident on C, no photoelectrons will reach the anode A. If the stopping potential of the A relative to C is 4 ഓപ്ഷൻസ് തന്നില്ലേ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓരോ ക്വസ്റ്റ്യനും പാർട്ടായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാർട്ട് നോക്ക്. ഫോട്ടോൺസ് വിത്ത് എനർജി 5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഒരു ഫോട്ടോൺ ഇലക്ട്രോൺ ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി ട്രാൻസ്ഫർ നടന്നിട്ട് അത് വർക്ക് ഫംഗ്ഷനും കാട്ടി കൂടുതലാണെങ്കിൽ ആ ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിനെ എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോട്ടോൺസിൻ്റെ എനർജി എത്രയാണ്? 5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതൊരു കാത്തോഡ് സിയിലേക്കാണ് അത് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ആ എക്സ്പെരിമെൻ്റ് ആണ് ആലോചിക്കുന്നത്. ഏത് എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻ്റ് എന്തിനുണ്ട്? ഒരു ട്യൂബ് ഉണ്ടായിന്, ഒരു ട്യൂബിൽ ഒരു മെറ്റൽ സർഫസ് ഉണ്ടായിന്. ആ ട്യൂബിൻ്റെ ഒരു സൈഡ് ഒരു ഇലക്ട്രോഡ് ഉണ്ടാവും. ആ ഇലക്ട്രോൺ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യും. ആ പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്ന പൊട്ടൻഷ്യലാണ്. അതുമല്ലാണ്ട് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു എമ്മീറ്ററും കൂടി അവിടെ വെക്കും. ഇനി ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ? ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവിടെ കാത്തോഡ് സി ആണ് ഇൻസിഡൻറ്റ് കാത്തോഡ് സി. അങ്ങനെയാണെങ്കിൽ ഇതാണ് സി, ഇതാണ് എ.
ഓക്കെ, ഇതാണ് സി, ഇതാണ് എ. ഇനി ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുമല്ലോ, ആ ഇലക്ട്രോൺസ് എയിലേക്ക് എത്തണമെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എ ആയിരിക്കണം അല്ലേ? എന്തുകൊണ്ട് എ ആയിരിക്കണം കാരണം പറഞ്ഞത്? കാരണം ഇവിടെ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ആ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. കാരണം ഇലക്ട്രോൺസ് എപ്പോഴും നെഗറ്റീവ് പൊട്ടൻഷ്യൽ നിന്ന് പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ് മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇലക്ട്രോഡ് എക്ക് നമ്മൾ ഏതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്? പോസിറ്റീവ് ഓഫ് ദ ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ. ഇതൊരു വേരിയിങ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടെ എയിലേക്ക് കണക്ഷൻ കൊടുത്തത്, അതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൊത്തം പോസിറ്റീവാണ്. ഇനി ശ്രദ്ധിക്കുക, വേറെ എന്താ പറയുന്നത്? ദ മാക്സിമം എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺ ഇസ് 2 ഇലക്ട്രോൺ വോൾട്ട്. അതായത് ഇവിടുന്ന് ഇലക്ട്രോണ് എജക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രോണിൻ്റെ മാക്സിമം എനർജി എത്രയാണ്, അതായത് മാക്സിമം കൈനറ്റിക് എനർജി എത്രയാണ് തന്നത്? 2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി അതാണ് ഫസ്റ്റത്തെ കേസ്. ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് വെൻ ദ ഫോട്ടോൺസ് ഓഫ് എനർജി 6 ഇലക്ട്രോൺ വോൾട്ട്. അധിക എൻട്രൻസ് ക്വസ്റ്റ്യൻസും 2 കേസിൽ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്കൊരു വാല്യൂ കിട്ടണം, അതായിരിക്കണം രണ്ടാമത്തെ കേസിൽ നമ്മൾ അതിൻ്റെ ആൻസർ ഉണ്ടാവുക. അതായത് ഫസ്റ്റ് 2 കേസ് പറയും, അപ്പോൾ രണ്ടാമത്തെ കേസിലുള്ള ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റത്തെ കേസിൽ ഒരു വാല്യൂ നമുക്ക് ആവശ്യമായിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ എൻട്രൻസ് ക്വസ്റ്റ്യൻസിലും ഉണ്ടാവുക. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടണം, അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നിന്ന് ഒരു വാല്യൂ കിട്ടണം, ആ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ദ മാക്സിമം എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോൺ ഇസ് 2 ഇലക്ട്രോൺ വോൾട്ട്. ഇനി മാറിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഫോട്ടോൺസ് എനർജി കൂട്ടി. വെൻ ദ ഫോട്ടോൺസ് ഓഫ് എനർജി 6 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഇൻസിഡന്റ് ഓൺ സി, no photo electrons will reach anode A if the stopping potential of A relative to C is. ശ്രദ്ധിക്കുക, സാധാരണ കേസിൽ ഇവിടെ പൊട്ടൻഷ്യൽ കൂട്ടുന്ന സമയത്ത് എല്ലാ ഇലക്ട്രോണും അവിടത്തേക്ക് എത്തല്ലേ ചെയ്യേണ്ടത്, കാരണം എന്താ? പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. പക്ഷേ ഇവിടെ 6 ഇലക്ട്രോൺ വോൾട്ട് നൽകുന്നുണ്ട്. 6 ഇലക്ട്രോൺ വോൾട്ട് നൽകിയിട്ട് പോലും അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് എയിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അത് എയിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ല വേണ്ടത്, അവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് രണ്ടാമത്തെ കേസിൽ അവിടെ ഉണ്ടാവുക. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആവുന്നതെന്ന് പറയുന്നത്? കാരണം ഇത് ഇലക്ട്രോഡ് എ ആണ്, ഇവിടെ ഇലക്ട്രോൺസ് ഒന്നും അവിടെ റീച്ച് ചെയ്യുന്നില്ല. അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു ഇലക്ട്രോൺ പോലും അവിടെ എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആവല്ലേ വേണ്ടേ? ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? റിവേഴ്സ് പൊട്ടൻഷ്യലാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് സർക്യൂട്ട് എന്തായി മാറി? അതായത് ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്ത് ഈ രീതിയിലേക്ക് സർക്യൂട്ട് മാറി. അതാണല്ലോ നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചത്, അതാണ് റിവേഴ്സ് പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റിവേഴ്സ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താ? അതായത് ഇ വി എസ് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അല്ലേ? ഇ വി എസ് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റത്തെ കേസ് ഫോട്ടോൺസ് വിത്ത് എനർജി 5 ഇലക്ട്രോൺ വോൾട്ട് ഇൻസിഡന്റ് ഓൺ കാഥോഡ് സി. അങ്ങനെയാണെങ്കിൽ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ യൂസ് ചെയ്യാലോ. എന്താ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ? എനർജി ഓഫ് എ റേഡിയേഷൻ ഇസ് യൂസ്ഡ് ഫോർ വർക്ക് ഫംഗ്ഷൻ ആൻഡ് ദ റിമൈനിങ് എനർജി ഇസ് യൂസ്ഡ് ഫോർ കൈനറ്റിക് എനർജി, ഗിവിംഗ് ഫോർ കൈനറ്റിക് എനർജി. ഇനി ഇവിടെ ഏത് വാല്യൂ തന്നല്ലോ? ഫസ്റ്റത്തെ കേസിൽ എനർജി ഓഫ് ഫോട്ടോൺ തന്നിനല്ലോ. അത് എത്ര തന്നത്? എനർജി ഓഫ് ഫോട്ടോൺ 5 ഇലക്ട്രോൺ വോൾട്ട് തന്നിന്, വിച്ച് ഇസ് ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി എത്ര തന്നിന്? 2 ഇലക്ട്രോൺ വോൾട്ട് തന്നിന്. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. എത്ര അൺനോൺസ്? ഒരു അൺനോൺസ്. ഇവിടെ ഏത് അൺനോൺസ്? 5, അതായത് വർക്ക് ഫംഗ്ഷൻ ആണ് അവിടെയുള്ള അൺനോൺസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അതെങ്ങനെ? ഈ 2 ഇലക്ട്രോൺ വോൾട്ട് ലെഫ്റ്റിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്ത് 5 ഇലക്ട്രോൺ വോൾട്ട് മൈനസ് 2 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ 5. ദാറ്റ് ഈസ് വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു 3 ഇലക്ട്രോൺ വോൾട്ട്. അവിടെ എത്ര കിട്ടി? 3 ഇലക്ട്രോൺ വോൾട്ട് കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കേസ് നമുക്ക് അറിയണ്ടേ അല്ലേ? രണ്ടാമത്തെ കേസ് അറിയണം. ഇവിടെയാണ് ശരിയായ ട്വിസ്റ്റ് വരുന്നത്. രണ്ടാമത്തെ കേസിൽ വെൻ ദ ഫോട്ടോൺസ് ഓഫ് എനർജി 6 ഇലക്ട്രോൺ വോൾട്ട്, അവിടെ 6 ഇലക്ട്രോൺ വോൾട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. 6 ഇലക്ട്രോൺ വോൾട്ട് അപ്ലൈ ചെയ്തിട്ട് പോലും അവിടെ എത്തുന്നില്ല. കാരണം എന്താ? അവിടെ റിവേഴ്സ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. അതായത് എത്ര ഇലക്ട്രോൺസിൻ്റെ എനർജി ഉണ്ടോ, കൈനറ്റിക് എനർജി ഉണ്ടോ, അതിന് നേരെ ഓപ്പോസിറ്റുള്ള എനർജി അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇലക്ട്രോൺസ് എത്താത്തത്. ഇനി ശ്രദ്ധിക്കേണ്ട എന്താ? ഈ രണ്ട് കേസ് ഉണ്ടല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ മെറ്റൽ സർഫസ് മാറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെ മെറ്റൽ സർഫസ് മാറ്റുന്നില്ലെങ്കിൽ ഫസ്റ്റത്തെ കേസിലെ വർക്ക് ഫംഗ്ഷനും രണ്ടാമത്തെ കേസിലെ വർക്ക് ഫംഗ്ഷൻ സെയിം ആയിരിക്കുമല്ലോ. കാരണം എന്താ? വർക്ക് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ മെറ്റൽസ്. ഏതാണ് മെറ്റൽ സർഫസ് അതിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് ഫംഗ്ഷൻ എത്ര തന്നെയാണ്? 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കൈനറ്റിക് എനർജിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാലോ. ഇവിടെ കൈനറ്റിക് എനർജി മാക്സ് എത്ര രണ്ടാമത്തെ കേസിൽ കണ്ടുപിടിക്കാലോ. അതിങ്ങനെ കണ്ടുപിടിക്കുക. സെയിം ഇക്വേഷൻസ് അപ്ലൈ. ഇ ഈസ് ഈക്വൽ ടു 5 പ്ലസ് KE കൈനറ്റിക് എനർജി. ഇനി 5ന്റെ വാല്യൂ ഓൾറെഡി എത്ര ഫോട്ടോൺസ്? ഫോട്ടോൺസിന്റെ എനർജി എത്രയാണ്? 6 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 5 പ്ലസ് കൈനറ്റിക് എനർജി മാക്സ്. അങ്ങനെയാണ് കൈനറ്റിക് എനർജി 5ന്റെ വാല്യൂ ഓൾറെഡി അറിയാം. 6 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 5. ദാറ്റ് ഈസ് ഈ 5ന്റെ വാല്യൂ എത്ര കണ്ടുപിടിച്ചത്? 3 ഇലക്ട്രോൺ വോൾട്ട് പ്ലസ്
KE, that is KE is equal to 6 electron volt minus 3 electron volt is equal to 3 electron volt. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ എനർജി ഫോട്ടോൺസ് അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് 3 ഇലക്ട്രോൺ വോൾട്ട് 6 ഇലക്ട്രോൺ വോൾട്ട് അവിടെ നിന്ന് കിട്ടിയിരുന്നു, റേഡിയേഷൻ കിട്ടി. എങ്കിൽ പോലും 3 ഇലക്ട്രോൺ വോൾട്ട് വർക്ക് ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്ത് ബാക്കി എത്ര ഇലക്ട്രോൺ വോൾട്ട് റിമൈനിങ് ഉണ്ടാവും? 3 ഇലക്ട്രോൺ വോൾട്ട്. 6 എന്ന് 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള റിമൈനിങ് 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് അത് കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത്രയും കൈനറ്റിക് എനർജി ഉണ്ടായിട്ട് പോലും അവിടെ എത്താൻ ആരെ കൊണ്ട് പറ്റിയില്ല? ഈ ഇലക്ട്രോണിനെ കൊണ്ട് പറ്റിയില്ല. കാരണം എന്താ? അവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ലേ? ആ പൊട്ടൻഷ്യൽ എനർജി എന്തിനോട് ഈക്വൽ ആയിരിക്കണം? കൈനറ്റിക് എനർജിനോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും തമ്മിൽ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി KE is equal to E into V. എന്താണ് E? and ചാർജ് ഓഫ് ഇലക്ട്രോൺ, V എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണ് കൈനറ്റിക് എനർജി എത്ര കണ്ടുപിടിച്ച്? 3 ഇലക്ട്രോൺ വോൾട്ട് കണ്ടുപിടിച്ച്, വിച്ച് ഈസ് ഈക്വൽ ടു E into V. E into V എന്ന സമയത്ത് E എന്ന് വെച്ചാൽ 1.6 into 10⁻⁻19 into V. ഇനി പക്ഷേ ഇവിടെ ഇലക്ട്രോൺ വോൾട്ട് ഒരു SI യൂണിറ്റ് അല്ല, അതിനെ നമ്മൾ SI യൂണിറ്റായി ജൂളിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ എന്താ കൺവേർഷൻ പറഞ്ഞത്? 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1.6 into 10⁻⁻19 വോൾട്ട്. അങ്ങനെ ആ സമയത്ത് 3 into 1.6 into 10⁻⁻19 is equal to 1.6 into 10⁻⁻19 V. ഇതിൽ ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ ക്യാൻസൽ ചെയ്ത് പോകും. 1.6ഉം 10⁻⁻19 പോകും. ആ കേസ് നമുക്ക് 3 is equal to V എന്ന് കിട്ടും. അതായത് എത്ര വോൾട്ടാണ് അവിടെ ഉള്ളത്? V is equal to 3 വോൾട്ടാണ് നമ്മൾ റിവേഴ്സ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻസിൽ -3 ഉണ്ട്, +3 ഉണ്ട്. പക്ഷേ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. if the stopping potential of A related to C, അതിൻ്റെ അർത്ഥം എന്താ? എയുടെ പൊട്ടൻഷ്യൽ സിനോട് കണക്കാക്കുന്ന സമയത്ത്, അങ്ങനെയാണെങ്കിൽ എന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് അല്ലേ? ഏതിനോട് റിലേറ്റീവ്? സിനോട് റിലേറ്റീവ് ചെയ്യുന്ന സമയത്ത് എന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ്. കാരണം എന്താ? ഇവിടെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ സെല്ലാണ് ഇവിടെ കണക്ട് ചെയ്തല്ലേ. അപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ +3 അല്ല വേണ്ടത്, ആൻസർ -3 വോൾട്ട് വരും. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോലും ഇവിടെ ശ്രദ്ധിക്കണം. കാരണം മൈനസ് ആണ് കൊടുക്കേണ്ടത്. അത് തെറ്റിക്കുന്നത് അറിഞ്ഞത് കൊണ്ടാണ് അവിടെ മൈനസും പ്ലസും കൊടുത്തത്. പെട്ടെന്ന് നമുക്ക് ഇവിടെ വാല്യൂ കിട്ടി, 3 വോൾട്ട് കിട്ടി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല വേണ്ടത്. ഏതൊരു ക്വസ്റ്റ്യനിലും ഏതൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻസിലും ഫസ്റ്റ് 2 ഓപ്ഷൻ നെഗറ്റീവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നെഗറ്റീവ് വരാണ്ടിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഉത്തരത്തിലേക്ക് തന്നെ പോയിട്ട് എന്താണ് അവിടെ മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ള കാര്യം രണ്ടാമത് ചിന്തിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ആ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് 4 മാർക്സ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മാർക്സ് എന്തായി പോകും? -1 ആവും. അതായത് 5 മാർക്ക് നമ്മൾ ലൂസ് ചെയ്യുന്നത്. ഓക്കെ.